അജനോതി ഇത് ശാസ്ത്രാണി ആചാര്യ സ്ഥാപയത്തെ സ്വയം ആചര്യദേവ ആചാര്യ ഇത്യുച്ചത്. ശങ്കരാചാര്യസ്വാമികൾ ഉണ്ടാക്കി വച്ചതായ കേരളീയ പൂജാവിധികൾ, തന്ത്രശാസ്ത്രങ്ങൾ അടക്കം നോക്കുമ്പോൾ, പൂജാവിധികൾ നടക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അനിയൻ തന്നെയായ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ഹൗസ് വാമിങ്ങിന് പോയിരുന്നു. അവിടെ പോയപ്പോൾ നമുക്കറിയാം, മൂകാംബികയിൽ തൊഴുന്ന അതേ പ്രതീതി തന്നെയാണ് നമുക്കുണ്ടായത് എന്നർത്ഥം. അപ്പോൾ കേരളീയ ആചാരങ്ങൾ അനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്നതായ പൂജാവിധികൾ, ശങ്കരാചാര്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതായ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത്, അതായത് അവർക്ക് ഒരു പഞ്ചപാത്രം പോലെ അതൊക്കെ അങ്ങനെയൊക്കെ വേണം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ രീതിയിൽ തന്നെ ശിവേലിയും മൂകാംബികയിലും നടക്കാറുണ്ട്. അപ്പോൾ ദേശ ആചാരങ്ങളല്ല പ്രാധാന്യം എന്ന അർത്ഥം. അവിടെ നാമം ജപിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ, ഇലയിൽ ഓസരിച്ചുകൊണ്ട് എല്ലാവരും നാമം ജപിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രതീതി, മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രതീതി ഉണ്ടായി എന്നർത്ഥം. അവിടെ ശംഖുവിളി അടക്കം മൂകാംബിക ദേവിയുടെ ദീപാരാധന എങ്ങനെ നടക്കുന്നു അതുപോലെ ഉള്ളതായ ദീപാരാധന തട്ടുകൾ അടക്കം വലിയ ദീപാരാധന നടക്കുമ്പോൾ, അവിടെ ആരതി ഒഴിയുമ്പോൾ, അവൾ മംഗള ആരതി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ളതായ ദേശ ആചാരങ്ങളെ പറ്റി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം. പല വ്യത്യാസങ്ങളുണ്ടാവും. അതെല്ലാം ചെന്ന് എത്തിച്ചേരുന്നത് ഒന്നിലേക്ക് തന്നെയാണ്. അപ്പോൾ അനുഷ്ഠാനങ്ങളിൽ വരുമ്പോൾ കലകളും കൂടി അതിനകത്ത് വരും. അനുഷ്ഠാന കലകൾ എന്ന് പറയാറുണ്ട്. അനുഷ്ഠാന കലകൾ ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളാണെങ്കിൽ നേദ്യം എടുക്കുന്നതിന് മുമ്പ് ശംഖു വിളിക്കും. വെളുപ്പിന് എന്തുണ്ടാവും? വെളുപ്പിന് പള്ളി ഉണർത്തലുണ്ട്. അതിനുശേഷം ശിവേലി ഉള്ളിടത്താണ് ശിവേലി. അത് പുറമേ വിളക്ക് വെച്ച് അതിന് പാണി കൊട്ടി, അത് ബിംബം പുറത്തേക്ക് ഇറങ്ങുന്നത് പാണി കൊട്ടണം എന്നാണല്ലോ നിയമം. ആ നിയമപ്രകാരം പാണി കൊട്ടി ഇറങ്ങി അങ്ങനെ ഉള്ളതായ ആചാര അനുഷ്ഠാനങ്ങൾ. അപ്പോൾ ക്ഷേത്ര കലകളെ സംബന്ധിച്ചോളം ക്ഷേത്ര കലകളും ഒക്കെ അനുഷ്ഠാന കലകളാണ്. അപ്പോൾ 36 കലകളെ തന്നെ സംബന്ധിച്ചിടത്തോളം 36 കലകളും അതിനോട് കൂട്ടി മൊത്തം എല്ലാം കൂടെ 64 കലകളും പാർവതി പരമേശ്വരിയും കൂടെ ഒരുമിച്ച് ചേർന്നതായ ചൈതന്യത്തോടു കൂടലായ ഇടയ്ക്കൽ തൂക്കിയിട്ടിരിക്കുന്ന അതിൻ്റെ ഉണ്ടകൾ നോക്കിയാൽ നമുക്കറിയാം അത് 64 എണ്ണം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളതായ ഒന്ന്, അപ്പോൾ അതിനും പ്രാധാന്യമുണ്ടെന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഉള്ളതായ ഇടയ്ക്ക വാദ്യങ്ങൾ അടക്കം ഉണ്ടാകും. മൂകാംബികയിലാണെങ്കിലോ, മൂകാംബികയിൽ വലിയ ഡ്രമ്മുകൾ സാധനമൊക്കെ അടിച്ച് ശംഖൊക്കെ വിളിച്ച് ഒരു സുരേഷ് അല്ലെങ്കിൽ കണ്ണനടികൾ, നമ്മുടെ കൂട്ടുകാരനായ അദ്ദേഹം മുമ്പിൽ വലിയ ഗത പോലെയൊക്കെ പിടിച്ച് അവിടെ രഥങ്ങളിലൊക്കെ എഴുന്നള്ളിച്ച് വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇതിനൊന്നും എന്താണ് അർത്ഥം? അനുഷ്ഠാന കലകൾ ആചാരങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എത്തിച്ചേരുന്നത് എല്ലാം ഒരേ മന്ത്രശക്തികളാണ്. അവിടെ ജപിക്കപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെ കയറതാമസത്തിന് ജപിക്കപ്പെട്ടത് വിഷ്ണു സഹസ്രനാമമാണ്. കൂടെ നമ്മളിരുന്ന് ജപിച്ചു. അതുപോലെ ശ്രീ സൂക്തമാണ്. അലക്ഷ്മി നാശയാമഹം അഭൂതിം അസമർഭിഞ്ച സർവാൻ നിർണുമതയ ഗ്രഹ നമ്മളും ജപിക്കുന്നത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ അത് കൽപ്പിച്ചായ അടികളുടെ കൂടെയൊക്കെ ഇരുന്ന് നമ്മൾ ജപിക്കുമ്പോൾ ആനന്ദം വേറെ എവിടെയും കിട്ടില്ല. അത് അവരുടെ ഒരു പ്രത്യേകത രീതി നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെയൊക്കെ ഇല്ലങ്ങളിലായും കയറതാമസത്തിന് എന്തെങ്കിലും പൂജ എടുക്കുകയാണെങ്കിൽ പൂജയും പരികർമ്മിയും അവിടെ ബ്രഹ്മനും അല്ലെങ്കിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ പുറമേ ഇരുന്ന് മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് കഴിക്കുന്ന ആഹാരത്തിനും കുറ്റം പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പം അത് നമുക്ക് വളരെ അത്ഭുതകരമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. കാരണം എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ഇരുന്ന് കാലം വഴി വൃത്തിയായിക്കൊണ്ട് എല്ലാ നാമജങ്ങളിലും മന്ത്രങ്ങളും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ഡെഡിക്കേറ്റഡാണ് അവരെ എന്നർത്ഥം. നമുക്കൊക്കെ എന്താർത്ഥം? പരികർമ്മിയെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഓരോ അംഗം ഉണ്ടാവും, ബാക്കി അവരുണ്ടാവും. ബാക്കി അവിടെ അപ്പുറത്ത് പോയി ലൗകികമായ കാര്യങ്ങൾ സംസാരിക്കുകയാണ് സ്ത്രീകളടക്കം, നമ്മളടക്കം, ഞാനടക്കം ചെയ്യാറ്. എനിക്കവിടെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അവിടെ നാമം ജപിക്കാൻ കൂടാറ്. അങ്ങനെയല്ല വേണ്ടത്. അവരിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതാണ്. ലോകത്തിലുള്ളതായ എല്ലാ വസ്തുക്കളും അടക്കം, എല്ലാ ജനങ്ങളും അടക്കം എല്ലാവരും ഗുരുനാഥന്മാരാണെന്നർത്ഥം. അത്രയേറെ ആനന്ദത്തോടുകൂടി നമുക്ക് പങ്കെടുക്കാൻ പറ്റി. 11 മണിക്ക് 10:30 മണി 10:45 അവിടെ ചെന്നുമ്പോൾ അവിടെ പൂജ നടക്കുകയാണ്. കാലം പോകും കഴിയും അടികാണി പറഞ്ഞു അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അവർ പായിട്ട് നിന്നു. തൊട്ടടുത്ത സുഹൃത്ത് നമ്മുടെ സോർമാസർ മന്ത്രങ്ങൾ മുത്തുശാന്തി ഗ്രൂപ്പിലുണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബന്ധം, അദ്ദേഹത്തിൻ്റെ മരുമോൻ. പിന്നെ ഞങ്ങളുടെ തന്നെ നെട്ടൂര് വർക്ക് ചെയ്യുന്നതായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസാദം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ കാലം പോകും കഴിയും ഡെഡിക്കേറ്റഡായിട്ട്
1.5 മണിക്കൂർ നാമം ജപിക്കാൻ കഴിഞ്ഞാൽ അത് മൂകാംബിക ദേവിയുടെ അനുഗ്രഹമാണ് എന്നർത്ഥം. അപ്പോൾ അനുഗ്രഹ കല വർദ്ധിപ്പിക്കുന്ന കൂട്ടായ ഒരു പ്രവർത്തനം, കൂട്ടായ ഒരു നാമം ജപം ഉണ്ടാകുമ്പോൾ ആഗ്രഹം എന്തായി? അഭൂതിം അസമർത്ഥിഞ്ച സർവാൻ നിർണുദയ ഗൃഹാൽ. അവിടെ അദ്ദേഹം ചൊല്ലിയ പോലെ തന്നെ ശ്രീസുക്തത്തിൽ ചൊല്ലിയ പോലെ അച്യുതായി ഗോദായി ധനദായി ദദാതുമേ ധനമേ ദദാം ദേവി ദിവി ദേവി മനുഷ്യനാം. ആത്മീയത മാത്രം പോരാ, എല്ലാത്തിനും ഒരു കെട്ടിടം വെക്കണം, അല്ലെങ്കിൽ കെട്ടിടം താക്കോല് മേടിക്കുമ്പോൾ പരിപൂർണ്ണ പൈസ അടിച്ചിട്ട് ഒരു വീട് വെക്കാൻ പറ്റില്ല, അതിന് ലോണുകളുണ്ടാവും. അതൊക്കെ പെട്ടെന്ന് അടഞ്ഞു പോകണം എന്നാണ്. അഭൂതിം അസമർത്ഥിഞ്ച സർവാൻ നിർണുദമേ ഗൃഹാൽ. ശ്രീസൂക്തത്തിൻ്റെ അവസാനം നമുക്കറിയാം, അവിടെ അശ്വതായി ഗോദായി ധനദായി ദദാതുമേ ധനമേ ദദാം ദേവി 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 മനുഷ്യനാം. അത് അവിടെ എനിക്ക് മാത്രമെന്നല്ല, അവിടെ ആ സൂക്തത്തിൽ പറയുന്നത് ദിവി ദേവി മനീഷിനാം. മനീഷാ പഞ്ചകത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് നമ്മുടെ കൂട്ടുകാരൻ വെൺമണി ഭവദാസ്. ദിവ്യദേവി മനീഷിനാം, ദിവ്യയിലുള്ളതായ ദേവി, അമ്മേ ദേവി ഈ ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവനും ഐശ്വര്യം നൽകട്ടെ എന്നാണ് സൂക്തങ്ങളോ പ്രാർത്ഥിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് മാത്രമെന്ന് ഒരു വേദങ്ങളോ പുരാണങ്ങളോ പറയുന്നില്ല എന്നർത്ഥം. അവനവനെ എന്ത് തന്നെ കഷ്ടകാലം വന്നാലും മറ്റുള്ളവന് നന്നാവണം എന്ന് മാത്രമാണ് പുരാണങ്ങളിലൂടെ പറയുന്നത്. പുരാണങ്ങളിലൂടെ പോകുമ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി അറിയാം, സമൂഹത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും ഒരു നൂൽബന്ധം പോലും സ്വീകരിക്കാതെ എപ്പോഴാണോ നമുക്ക് ഗുരുനാഥനെ ആവശ്യം വരുന്നത് അപ്പോൾ ഗുരുനാഥൻ പ്രത്യക്ഷപ്പെടും. അത് പ്രത്യക്ഷ അനുഭവമാണ്. അവിടെ ചെന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മധു ബാലകൃഷ്ണൻ്റെ കൂടെ തബലയിസ്റ്റായിട്ട് ഇവിടെ വൈഭവ ഹോസ്റ്റൽ ചന്ദ്രമനയിൽ വന്നാണ് അദ്ദേഹം. നാമജപത്തിൻ്റെ ശക്തി, സത്സംഗത്തിൻ്റെ ശക്തി അദ്ദേഹം കണ്ടപ്പോൾ ഇങ്ങനെ ചിരിച്ചു. എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തെ തബലിസ്റ്റായിട്ട് നാമജപത്തിന് തബല വായിക്കുന്ന അദ്ദേഹത്തിന് ഒരഭിമാനവും ഇല്ലാതെ അവിടെ അധ്വരിയായിട്ടുണ്ട് അവിടെ പൂജ കഴിപ്പിച്ചെങ്കിൽ നമുക്ക് പൂർവ്വ ജന്മ സുഹൃതമാണ് ഇങ്ങനെയുള്ളവരെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ദേവി വിചാരിക്കും സുഞ്ചി മാങ്കുളത്തിന് എപ്പോഴാണോ ഗുരുനാഥനെ ആവശ്യം വരുമ്പോൾ ഗുരുനാഥൻ മുന്നിലെത്തും, ഗുരുനാഥനെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ശ്രീ ശിവബ്രഹ്മർഷി എങ്ങനെയാണോ പരീക്ഷത്തിന് മുന്നിൽ എത്തിച്ചേർന്നത് അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നെങ്കിൽ സംശയമൊന്നുമില്ല, സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ, വിശ്വപ്രേമത്തിൻ്റെ പ്രതീകമായിക്കൊണ്ടിരിക്കുന്നതായ അലങ്കാര പൂജയൊക്കെ കണ്ടാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല എന്നർത്ഥം. സർപ്പപൂജയ്ക്ക് വെക്കുന്ന പോലൊക്കെ നമ്മളൊക്കെ സർപ്പയിലേക്ക് ഇന്ന് വലിയ കവുങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് ധാരാളം കർപ്പൂരം ഇതൊക്കെ വെച്ച് ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പ്രത്യേക ബ്രാഹ്മണർക്ക് ഇരുത്തി നമ്മുടെ കാല് വെച്ചിട്ട് പോലെ അവിടെ തട്ടാന്നുള്ളൂ. അതിൽ വെച്ച് ഓരോരുത്തരെയും പൂജിച്ച് നമ്മളും അവരെ അനുഗ്രഹിച്ചതിന് ശേഷം കാല് വെച്ചിട്ട് പോലെ അനുഗ്രഹിച്ച ശേഷം ഓരോ പ്രസാദങ്ങളും തീർത്ഥം, പഞ്ചഗവ്യം, പായസം, ആ ശർക്കരയും ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു പ്രത്യേക കൂട്ടുള്ളതായ ഒരു പായസം എല്ലാവർക്കും കൊടുത്തു. അതുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞു എന്നർത്ഥം. അപ്പോൾ വയറ് നിറയുന്നതിൻ്റെ കാരണം എന്താണ്? അത് അവരുടെ നൽകുന്നതിൻ്റെതായ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. ആ മനസ്സ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൊടുത്താലേ കിട്ടുള്ളൂ. 10 20 കൂട്ടം ആഹാര പദാർത്ഥങ്ങൾ, 10 20 കൂട്ടം ഉള്ളതായ ആഹാര പദാർത്ഥങ്ങൾ 1 2 പ്രാവശ്യമല്ല 5 6 പ്രാവശ്യം നാമം ജപിച്ചുകൊണ്ട്, അതാണ് ഒരു പ്രത്യേകത. അവിടുത്തെ പിള്ളേർ മുഴുവൻ നാമം ജപിച്ചുകൊണ്ട് നല്ല വെള്ളരിച്ചോറ് എല്ലാവർക്കും, രസമൊക്കെ 5 6 7 പ്രാവശ്യം, പായസമൊക്കെ 7 8 പ്രാവശ്യം, ഹരഹര മഹാദേവ, ഹരിവിട്ടലെ, നാരായണ, കൃഷ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് വിളമ്പാൻ സാധിച്ചെങ്കിൽ എനിക്കും സ്വന്തമായിട്ടൊരു വിളമ്പ സംഘം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ വിളമ്പ സംഘത്തിലും ഇനിയും പോകുമ്പോൾ സംശയമൊന്നുമില്ല, നാമം ജപിച്ചുകൊണ്ട് വിളമ്പാനുള്ള ഒരു സമൂഹത്തിൻ്റെ അന്തരീക്ഷം തന്നെ നമുക്ക് ഗുരുനാഥരായിട്ട് അവരെ കിട്ടിയെങ്കിൽ അവർക്ക് സംശയമൊന്നുമില്ല. പഞ്ചയം ദേവി സകലവിധ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുന്ന 100% 100% ഉറപ്പാണ്. പലരും കഴിഞ്ഞ ദിവസം അവിടെ വെച്ച് കണ്ടപ്പോൾ ഇന്നത്തെ അങ്ങയുടെ 2-3 ദിവസമായാലും അങ്ങയുടെ വീഡിയോ കണ്ടിട്ട്, യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ എൻ്റെ വാക്കുകൾ ആസ്വദിച്ചെങ്കിൽ അവരും ആ പാത പിന്തുടർന്നുള്ള സത്യത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ലോകത്തെ മുഴുവൻ നന്മ ചെയ്യാനുള്ളതായ, അതിനെ ഒരു വിമർശിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നർത്ഥം. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും എത്തിച്ചേരുന്നത് ഈശ്വരനിലേക്ക് തന്നെയാണ്. അതിനൊരു പ്രത്യേക, ചിലർക്ക് ശുദ്ധാശുദ്ധികൾ വ്യത്യാസമുണ്ട്, ചിലർക്ക് ഒരുപാട് ശുദ്ധമായിരിക്കും, ചിലർക്ക് തച്ചുടുത്തരും, ചിലർ ചുവന്ന വസ്ത്രം കൊടുത്തരും. ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഭാഗവതം തന്നെ അവസാനം പറയുന്നു, ശുദ്ധാശുദ്ധികൾ പോലും വെടിയണം എന്ന് ഉദ്ധവനോട് പറയുന്നുണ്ട്. നോപയുജ്യാൽ നിവേദിച്ചത് കഴിക്കരുത്, നിർമാല്യം കഴിക്കരുത്. ദീപാവലോകമേത്, ദീപത്തിൽ നോക്കിക്കൊണ്ട് എന്നെ ശ്രദ്ധിച്ചിരുന്നാൽ പോലും നേദിച്ചത് പോലും കഴിക്കരുത് എന്ന് പറയുന്നു. പുരാണം തു പരിത്യജേത് എന്ന് പറയുന്നുണ്ട്.
ഇനിയും വേണ്ടി വന്നാൽ പുരാണം പോലും പരിത്യജിക്കണം എന്ന് പറയുന്ന പരിത്യജിച്ചതിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ 1000 ഇരട്ടി ഐശ്വര്യം ആ കുടുംബത്തിനുണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.